പ്രവാചകൻ. നമ്മൾ സംശയിച്ചത് ശരിയാ. അവരുടെ പിറകെ ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ചെറിയൊരു ആക്സിഡന്റായി. പേടിക്കാനൊന്നുമില്ല. അവിടെയും ഈശ്വരൻ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. എന്നിട്ട് അവരെവിടെ? പറയാം. അത് 12 അച്ഛനും അമ്മയും. അച്ഛാ, എന്തു പറ്റി? ചെറിയൊരു ആക്സിഡന്റ്. സ്കൂട്ടർ സ്റ്റാർട്ടാകുന്നില്ല. വർഷാപ്പിൽ കൊടുത്തു. മോളെ, അമ്മയെ ഒന്ന് പിടിച്ചേ. സൂക്ഷിച്ച്. മോനെ, ഇവിടെ ആരും ഒന്നും അറിയണ്ട. ഇല്ല, എന്നെ വിശ്വസിക്കാം. അമ്മ പതുക്കെ അവിടെ ഇരിക്കമ്മേ. അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയുടെ കാലിൽ ചെറിയൊരു ഉളുക്ക്. കുഴമ്പിട്ടൊന്ന് തിരുമ്മി കൊടുത്താൽ മതി, മാറിക്കോളൂ. അച്ഛനൊന്നും പറ്റിയില്ലല്ലോ? ഏയ്, കാലിന് ചെറിയൊരു ഉരച്ചില്. അത് സാരമില്ല. അച്ഛാ, ഇവിടെ രംഗം കഴിഞ്ഞ് നിൽക്ക. ഇത് കണ്ടില്ല ഇവളെ നെറ്റി? അയ്യോ, എന്തു പറ്റി? ആ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരില്ലേ, അവന്മാര് കല്ലെടുത്ത് എറിഞ്ഞതാ. ഓ, വന്നുകൊണ്ടതോ കൃത്യമായിട്ട് ഉള്ള നെറ്റിയിലും. ഇന്നത്തെ ദിവസത്തിന് എന്തോ കുഴപ്പമുണ്ട്. രാവിലെ മുതൽ പ്രശ്നങ്ങള്. ഇങ്ങനെ സംഭവിക്കുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും. മനോജിനോട് ചോദിച്ചാൽ അറിയാം. എനിക്കെങ്ങനെ അറിയാനാ? അതെ, പറഞ്ഞു പറഞ്ഞ് വലുതാക്കാനാണെങ്കിൽ ഏത് കാര്യവും അങ്ങ് മേലോട്ട് മേലോട്ട് പോകും. അതല്ല, ഇത്രയല്ലേ പറ്റുള്ളൂ എന്ന് കരുതി മറക്കാൻ തയ്യാറാണെങ്കിൽ ഇത് ഇവിടെ തീർന്നു. ഇതിലേതാ വേണ്ടേ? അച്ഛൻ പറഞ്ഞതാ സത്യം മക്കളെ. കണ്ണി തട്ടാനുള്ളത് പുരികത്തെ തട്ടി അങ്ങ് പോയിന്ന് കരുതിയാ മതി. അതെ, എന്തായാലും എല്ലാവരും സൂക്ഷിക്കുന്നത് നല്ലതാ. ഇനി അപകടം വരുന്നതിന്റെ സൂചന വല്ലതും? അതല്ല, ഒരു ചെറിയ കാര്യമാണെങ്കിലും ഇവിടെ എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഉള്ളിൽ അതൊരു വേദനയാണ്. എന്തായാലും ഈ ചർച്ച നമുക്ക് അവസാനിപ്പിച്ചേക്കാം. മോളെ ഹരിതേ, നീ ഒരു ചായ ഇട്ടെ. ഞാനോ? അവൾക്ക് വയ്യാതിരിക്കയല്ലേ. ചെറിയൊരു അപകടത്തിൽപ്പെട്ടവർക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അത് നടക്കട്ടെ. அம்மா, ஜீவன் சார் நைட் இங்கே திரும்பி வந்தா? ഏട്ടൻ തിരിച്ചെത്തിയ നിത്യേച്ചിയെ കാണില്ലേ അമ്മ? എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവുന്നു. നമ്മളൊരു യാത്ര പോവാണ്. 2 ദിവസത്തേക്ക്. എങ്ങോട്ടാ അമ്മേ? അമ്മ, യാത്രയാ? അതെ.
ഒളിച്ചോടൽ നമുക്ക് ശീലമുള്ളതാണല്ലോ. അങ്ങനെ ഒരു യാത്ര. നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളുടെ ഗൗരവം എന്താണെന്ന് ഇപ്പൊ ഈ വീട്ടിലുള്ള ആർക്കും അറിയില്ല. അറിഞ്ഞാൽ അവർക്കത് ഒരിക്കലും താങ്ങാനാവില്ല. എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റെടുത്തണം. ഞാനോ? അതെ. ഇതിൽ നിന്നൊക്കെ എല്ലാവരെയും രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം നിന്റെ മുന്നിലുണ്ടോ? അതോ എല്ലാവരും കൂടി അവര് കൊന്നോട്ടെ എന്നാണോ നിന്റെ തീരുമാനം? ഞാൻ എന്ത് ചെയ്തെന്നാ ചേച്ചി പറയുന്നത്? നീ കാണിച്ചതും ചെയ്തു കൂട്ടിയതൊക്കെ ഇപ്പൊ ഞാൻ വിളിച്ചു പറയണോ? എനിക്കൊന്നും അറിയില്ലെന്ന് നീ കരുതണ്ട. എല്ലാരും ചില നേരത്തെ നിനക്ക് മണ്ടനാക്കാൻ പറ്റും. എന്നാ എല്ലാവരെയും എല്ലായ്പ്പോഴും മണ്ടനാക്കാനൊന്നും പറ്റില്ല. നീ കാരണം ചിലര് ഇവിടെയുള്ളവരുടെ പുറകെ കൂടിയിരിക്കാം. ഏത് നേരത്തും ആപത്ത് മുന്നിൽ കണ്ടുകൊണ്ടാ ഇവിടെയുള്ളവരൊക്കെ നടക്കുന്നത്. ഇന്ന് തന്നെ രാവിലെ എന്റെ നേരെ, പിന്നീട് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ നേരെ. കുറച്ചു മുമ്പ് ഈ വീട്ടിലെ ചില ഗുണ്ടകളൊക്കെ വന്നിട്ട് ഇവിടുത്തെ കണ്ണാടി ചില്ലുകളൊക്കെ എറിഞ്ഞു പൊട്ടിച്ചു. അതൊക്കെ പേടിക്കേണ്ടതല്ലേ? ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി ഒളിക്കാനാ? എങ്ങോട്ട് മാറി നിൽക്കാനാ? പറ. വന്ദന, ഇതൊന്ന് നോക്കി. ചിറ്റേടത്തു മനയ്ക്കൽ സർവൈശ്വര്യയാകും. ഇപ്പോഴത്തെ അവസ്ഥയിൽ 1-2 ദിവസം ഇവിടുന്ന് മാറി നിൽക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ യാഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും സമ്മതിക്കില്ലേ? നമുക്ക് പോവാൻ ജഗൻ. ചിലപ്പോ ഇവിടുന്ന് മാറി നിൽക്കാൻ ദൈവം കാണിച്ചെന്ന വഴിയായിരിക്കും ഇത്. പോകാം, അല്ലാതെ മറ്റു മാർഗമില്ല. എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇന്ന് തന്നെ പുറപ്പെടണം. പറഞ്ഞത് വല്ലതും മനസ്സിലായോ നിനക്ക്? നീ ഒരാള് കാരണം ഇപ്പൊ ഇങ്ങനൊരു യാത്ര വേണ്ടി വന്നത്. വേണ്ടുവിചാരമില്ലാത്ത പ്രവൃത്തികൾ ദയവ് ചെയ്ത് നീ കാണിക്കരുത്. അത് നമ്മുടെ കുടുംബത്തിലെ ഓരോ ആളുകളെയും ബാധിക്കും. പ്രകാശേട്ടാ, എക്സാമിന്റെ പേരും പറഞ്ഞ് ഗൂഗിളിനെ അവിടെ നിർത്തി പോകുന്നതില് അവന് നല്ല വിഷമമുണ്ട് കേട്ടോ. അവനവിടെ തനിച്ചൊന്നല്ലല്ലോ, മുത്തശ്ശിയുടെയും വിനുവിന്റെയും കൂടെ വസന്തയുടെ വീട്ടിലല്ലേ. പിന്നെന്താ? അവൻ കുഞ്ഞല്ലേ. ഇതുപോലെ ഉത്സവം യാഗം എന്നൊക്കെ കേൾക്കുമ്പോ അവനും പോരണോന്ന് തോന്നില്ലേ? പിന്നെ
അവൻ വലുതാകുമ്പോ പോയിക്കോളൂ. ഗോകുലി യാഗത്തിന് വന്നു കഴിഞ്ഞാലേ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അതിന്റെ ചെലവിനെ കുറിച്ചായിരിക്കും പ്രകാശ് ഏട്ടനിപ്പോ ചിന്തിക്കുന്നത്. എന്താ കളിപ്പാട്ടത്തിന് കാശല്ലേ കൊടുക്കേണ്ടത്, അല്ലാതെ മണ്ണ് വരി കൊടുത്താൽ മതിയോ? എടാ ഒന്ന് മിണ്ടാതിരിക്കടാ. തൊട്ടു മുമ്പേ നമ്മളെ അമ്പലത്തിൽ പോയിരുന്നതല്ലേ? അന്ന് ഈ യാഗത്തിന്റെ കാര്യമൊന്നും പറയുന്നത് കേട്ടില്ലല്ലോ. അല്ലച്ചാ, ഞാനവിടെ വിളിച്ച് ചോദിച്ചിരുന്നു. ഇത്തവണ യാഗം നടത്തുന്നില്ല എന്നായിരുന്നു കമ്മിറ്റിയുടെ തീരുമാനം. ആ ആ അത് കഴിഞ്ഞ് ദേവപ്രശ്നം നടന്നു. യാഗം നടത്തിയേ പറ്റൂന്ന് അതിൽ തെളിഞ്ഞു. ഓ, അതാ പെട്ടെന്ന് ദേവിയുടെ കാര്യങ്ങൾക്ക് അങ്ങനെ മുടക്കം പറഞ്ഞാൽ പറ്റുമോ? ആ അയ്യോ മാധവേട്ട, ഒന്ന് വണ്ടി നിർത്താൻ പറയൂ. എന്താ ഒന്ന് വണ്ടി, അതെ വണ്ടി ഒന്ന് സൈഡാക്കണേ. ആ ശരി. എന്തു പറ്റി? ഞാനിപ്പോ വരാമേ, ഇപ്പൊ വരാം. സുജാതെ, ചന്ദ്രിക, എന്റെ ഈശ്വര, ഞാൻ എന്തേ കാണുന്നേ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടാ. ഞാനും. അല്ല, ചന്ദ്രിക എങ്ങനെ എന്നെ കണ്ടത്? ഞാൻ ദേ ആ വണ്ടി പോവായിരുന്നേ, അപ്പോഴല്ലേ നീ ഇവിടെ നിൽക്കുന്ന കണ്ടത്. ഇതാരൊക്കെ? ഇത് മക്കളാ. മാധവേട്ട, ഇതാരാണെന്ന് മനസ്സിലായോ? മാധവേട്ടൻ എപ്പോഴും എന്നോട് പറയാറില്ലേ, ഞാൻ മാധവേട്ടനെ എപ്പോഴും ശല്യപ്പെടുത്തിയിരുന്നത് ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടാണെന്ന്. അയാളെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. സുജാതയാണോ? സുജു? അതെ. സുജാതെ, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ കേൾക്കുന്നതാ ഇയാളുടെ കുറെ വീരവാദങ്ങള്. നിങ്ങൾ ഒന്നിച്ച് പഠിച്ചത്, നിങ്ങൾ ഹോസ്റ്റലിൽ ഒന്നിച്ച് ജീവിച്ചത്, അവിടെ ഒന്നിച്ച് നടന്ന ദിവസങ്ങളിലെ മിനിറ്റ് വെച്ചുള്ള കഥകൾ. ഞങ്ങളുടെ എല്ലാ കല്യാണ വാർഷിക ദിവസവും ഇവള് പറയുന്ന ആവശ്യം സുജാതയുടെ അടുത്ത് പോണോന്നാ. സാധിച്ചു കൊടുക്കാമെന്ന് ഞാനും പറയും, പക്ഷെ ഇന്ന് വരെ നടന്നിട്ടില്ല. അതെങ്ങനെയാ? തന്നെ അന്വേഷിച്ച് തപ്പിപ്പിടിക്കാൻ പറ്റിയാലല്ലേ? അല്ല, സൗഹൃദം എത്ര വലുതായിരുന്നെന്ന് അമ്മയുടെ മുഖം കണ്ടാ അറിയാം. പറഞ്ഞു വരുമ്പോ എന്റെ മോനെ പോലെ തന്നെ. അല്ല, നിങ്ങളെന്താ ഇപ്പൊ ഇവിടെ നിൽക്കുന്നേ? ഞങ്ങള് ചിറ്റാരത്ത് ഭദ്രകാളി ക്ഷേത്രത്തിലെ യാഗത്തിന് പോവാം. കൊറേ നേരിട്ട് ഇവിടെ തന്നെ നിൽക്കുക. വണ്ടിയൊന്നും വന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മൾ തമ്മിൽ കാണണമെന്ന് ആ ദേവി തന്നെ തീരുമാനിച്ചതാ. അല്ലെങ്കിൽ താൻ ഇവിടെ വഴി കാത്തു നിൽക്കോ? കൃത്യമായിട്ട് ഞാൻ ഇവിടെ എത്തോ? ഞാനും പോകുന്നത് ഇതേ യാഗത്തിന് തന്നെയാ. എന്നാ പിന്നെ ഇവരും നമ്മുടെ കൂടെ പോരട്ടെ, അല്ലേ ചന്ദ്രിക? അയ്യോ, അതൊന്നും വേണ്ട. ഞങ്ങളൊരു ടാക്സി വിളിച്ചങ്ങ് വന്നോളാം. അങ്ങനെ താനിപ്പോ പ്രത്യേകിച്ച് വണ്ടി പിടിച്ചൊന്നും വരണ്ട. വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതിപ്പോ ഞങ്ങള് മാത്രല്ല, തന്നെ കിട്ടിയിട്ട് അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ? മക്കളെ, നിങ്ങളൊക്കെ വന്നേ, നമുക്ക് വണ്ടിയിലിരുന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. വേണ്ട. ഒരു കുഴപ്പമില്ല, നീ വാ. നീ വാ വാ മോളെ. വരൂ.
കേട്ടോ മോനെ, ഇനിയിപ്പോ ചന്ദ്രയ്ക്ക് നമ്മളെ ആരെയും വേണ്ട, യാഗവും വേണ്ട. വാ. രാത്രി ഞാൻ വരുമെന്ന് അമ്മയോട് പറഞ്ഞതാണല്ലോ. പിന്നെ ഇതെവിടെ പോയി? എൻ്റെ സംശയം ശരിയാ. അമ്മ എന്നിൽ നിന്ന് എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. ആ ജീവനാ എന്താടോ? താൻ പോയി ഫുൾ ടൈം ഇവിടെ ഉണ്ടല്ലോ. അത് സാർ, അവരൊരു പ്രൊഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഞാനിന്ന് രാത്രി എന്നെ എത്തിക്കാമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ ബെല്ലടിച്ച് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. അമ്മാവാ, ഈ ടീച്ചറൊക്കെ എവിടെ പോയെന്നറിയോ? എനിക്കെങ്ങനെ അറിയേ? സന്ധ്യക്ക് നോക്കിയപ്പോഴേ ആരെയും കണ്ടില്ലായിരുന്നു. നമ്മളിപ്പോ നേരെ ചിറ്റാരത്ത് ഭദ്രകാളി ക്ഷേത്രത്തിലേക്കാ പോകുന്നത്. അവിടെ തൊഴുതിട്ട് നാളെ രാവിലെ യാഗശാലയിലേക്ക് എത്താം. അതാ പരിപാടി. ആയിക്കോട്ടെ. ആ, താൻ വേണമെങ്കിൽ ആ പ്രോഡക്റ്റ് ഇവിടെ വെച്ചിട്ട് പോകും, ഞാൻ കൊടുത്തോളാം. അല്ല സാർ, ഡെമോ കാണിക്കണ്ടേ? എന്നാ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഞാൻ മാറ്റിത്തരാം. ഇതാ. ഹരിയാണല്ലോ. ഹലോ. ഹരിയ, നിങ്ങൾ എങ്ങോട്ട് പോയതാ? അല്ലേ, ഇവിടെ നോക്കിയപ്പോ കണ്ടില്ല. മോനെ, ഞങ്ങളെ ചിറ്റാരത്ത് അമ്പലത്തിലെ യാഗത്തിനിറങ്ങിയതാ. ഇറങ്ങാൻ നേരത്ത് നോക്കിയപ്പോ നിങ്ങളാരെയും കണ്ടില്ല. അതാ പറയാതിരുന്നത് മോനെ. ഓ, ഞങ്ങളിപ്പോ യാത്രയില്ല മോനെ. ആ എന്നാ നടക്കട്ടെ. ശരി എന്നാ. ശരി. അവരൊരു യാഗത്തിന് പോയിരിക്കുക. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ടേ മടങ്ങും. ഈ യാഗം നടക്കുന്നത് എവിടെയാണ് സാർ? എന്തിനാ ഈ പ്രോഡക്റ്റും കൊണ്ട് താൻ അങ്ങോട്ട് പോകാൻ പോകണം? അയ്യോ അല്ല, കേട്ടപ്പോ ഒരു കൗതുകം തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ഈ യാഗമൊക്കെ അങ്ങനെ എല്ലായിടത്തും നടക്കാറില്ലല്ലോ. ആ, ഈ ചിറ്റാരത്ത് മനക്കൽ ഭദ്രകാളി ക്ഷേത്രം ഒന്ന് താൻ ഇന്റർനെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ആ, ഡീറ്റെയിൽ ഒക്കെ അതിലുണ്ടാവും. ഓ ആ, പിന്നെ ദൈവകാര്യവും ഡീറ്റെയിൽ ഒക്കെ ചോദിക്കാനുണ്ടെങ്കിലേ അമ്മാവനോട് ചോദിച്ചാൽ മതി. ഓ ശരി, ഞാനെന്നാ ഇറങ്ങാം. അല്ല, മോൻ കയറി വന്നിരുന്നാ ഒരു കാപ്പ് കുടിച്ചിട്ട് പോവാം. അല്ല വേണ്ട സാർ, ശരിയെന്ന്. സൂക്ഷിച്ചു പോണേ, രാത്രിയാണ്. പോണ പത്രത്തിലെ നോട്ടീസ് ഞാൻ എടുത്ത് കൊടുക്കുമ്പോഴാ സുജാത ഈ യാഗത്തെ പറ്റി അറിയണത്. എന്നിട്ട് അവര് യാഗത്തിന് പോയി. ഞാനിവിടെ കിടന്ന് പറയാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? എന്നെ കൊണ്ടുപോകാൻ ആരെങ്കിലും വേണ്ടേ? ഇനിയിപ്പോ ഞാനെന്താ താങ്ങി പിടിച്ചോണ്ട് പോണോ? ഞാനിപ്പോ ഏറെക്കുറെ അങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനിയിപ്പോ ഈ യാഗം നടക്കുമ്പോ 5 കൊല്ലം കഴിയും. അന്ന് ജീവിച്ചിരിപ്പുണ്ടോ, അഥവാ ഉണ്ടെങ്കിൽ തന്നെ നടുവ് തളർന്ന് കിടക്കുകയാണോ, കൈകാൽ അനങ്ങുന്നുണ്ടോ എന്നൊക്കെ ആർക്കറിയാം?
ഇപ്പൊ എന്താ പ്രശ്നം? ഉം? 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 പോണോ? ഓ പക്ഷെ നീ കൊണ്ടുപോകൂലല്ലോ. എന്നാ റെഡിയായിരിക്കും, പോവാം. കാര്യമായിട്ടാണോ? അതിനു വേണ്ടിയല്ലേ കാണിച്ചു നോക്കേ. അതൊന്നുമല്ല. പോവാം. ഇനിയിപ്പോ അതൊരു ഭാരമായിട്ട് മനസ്സിൽ കിടക്കണ്ട. മോനെ, നിനക്ക് പുണ്യം കിട്ടുവാടാ. ആ, ഇനിയിപ്പോ അതും കിട്ടിയ അമ്മാവനെ എന്നെ അങ്ങ് തരാം. അല്ല, ഇനിയിപ്പോ 5 വർഷം കഴിയുമ്പോ ഞാൻ കടന്നു പോയാലോ? എടാ, ഞാൻ പിന്നെ റെഡി തന്നെയാണ് കേട്ടാ. ആ, നാളെ പോവാം. നാളെ? ഇന്ന് പോയാലേ നാളെ എത്തൂ. ഞാൻ അന്വേഷിക്കുന്ന ആള് അമ്മയുടെ കൂടെയുണ്ട്. അയാളെ കണ്ടെത്തണമെങ്കിൽ ഞാൻ പോയേ പറ്റൂ.